നമസ്കാരം. ബി.ജെ.പി ക്യാമ്പ് ആവേശത്തിലാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവും തന്ത്രങ്ങളും നേരിട്ട് നിയന്ത്രിക്കാനാണ് അമിത്ഷാ രംഗത്തിറങ്ങിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തുന്നതോടെ സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. തലസ്ഥാന നഗരത്തിന് സമ്പൂർണ്ണ വികസന രേഖയുമായാണ് ബി.ജെ.പി എത്തുന്നത്. വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറുന്നത് തലസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിക്കുന്ന വികസന പദ്ധതി ആയിരിക്കുമെന്നാണ് ബി.ജെ.പി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. തലസ്ഥാന മെട്രോ മുതൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനം വരെയുള്ള കാര്യങ്ങളാകും ഇതിലുണ്ടാവുക. ഗംഗാനദി ശുദ്ധീകരിച്ച മാതൃകയിൽ കരമന നദി, തെറ്റിയാർ തുടങ്ങിയവ ശുദ്ധീകരിച്ച് സംരക്ഷിക്കുക, തലസ്ഥാന നഗരത്തിന് അനുയോജ്യമായ തരത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കുക, ഇതിന് കേന്ദ്രീകൃത പ്ലാന്റുകളും വികേന്ദ്രീകൃത പ്ലാന്റുകളും അടങ്ങുന്ന പദ്ധതി തുടങ്ങിയവയും ആലോചനയിലുണ്ടെന്നാണ് സൂചന. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഖരമാലിന്യം സംസ്കരണത്തിനായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടത്തിലും അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടമുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങളുടെ ചുമതല നൽകിയിട്ടുള്ള നേതാക്കളെ അതേ മണ്ഡലത്തിൽ തന്നെ സ്ഥാനാർത്ഥികളാക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. ഇതോടെ വി മുരളീധരൻ കഴക്കൂട്ടത്ത് തന്നെ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി. മറ്റുള്ളവരുടെ കാര്യത്തിൽ കേന്ദ്ര നിരീക്ഷകർ ഉടൻ തന്നെ തീരുമാനമെടുക്കും. ബി.ജെ.പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, കാട്ടാക്കട, മഞ്ചേശ്വരം, പാലക്കാട്, ചെങ്ങന്നൂര്, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങൾ. ജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ മലമ്പുഴയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സി കൃഷ്ണകുമാർ തന്നെയാകും മലമ്പുഴയിലെ സ്ഥാനാർത്ഥിയാവുക. ഇനിയും ജയസാധ്യതയുള്ള 50 സ്ഥാനാർത്ഥികളെ 2 ആഴ്ചയ്ക്കുള്ളിൽ കണ്ടെത്താനാണ് അമിത്ഷാ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനായി വ്യക്തികളെയും താരങ്ങളെയും കണ്ടെത്താനുള്ള ശ്രമങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. പ്രായപരിധി കഴിഞ്ഞ മുതിർന്ന നേതാക്കളെ മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അവർക്ക് തിരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിക്കൊണ്ട് പകരം യുവാക്കളെയും യുവതികളെയും ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നവർക്കും കൂടുതൽ സീറ്റുകൾ നൽകാനാണ് പ്ലാനുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയും ആചാര ലംഘനങ്ങളും പ്രചാരണ വിഷയമാക്കാനും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹൈടെക് പ്രചാരണം നടത്താനും അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.